അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് പാലപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ പൊറോട്ടയുടെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും കൂട്ടാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. എൻ്റെ മിക്കുമോനുണ്ട്. മിക്കുമോനുണ്ട് എൻ്റെ കമ്മലൊക്കെ ഇങ്ങനെ കുത്തിപ്പറിച്ചുകൊണ്ടിരിക്കും. മിക്കുമോനെ മിക്കുമോനെ കാണിക്കുക. മോനെ ഉക്കു ഇങ്ങോട്ട് തന്നെ ഉമ്മ ഉക്കുട്ടാ ഉക്കുട്ടാ ഇങ്ങോട്ട് തന്നെ ഉമ്മ 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 ഇങ്ങോട്ടന്നെ ഇങ്ങോട്ടന്നെ ഉമ്മോനെ ഉമ്മോനെ തക്കടെ ഉമ്മോനെ തക്കടെ ഉമ്മോനെ നമ്മൾ എന്നെ ഉണ്ടാക്കാൻ മിക്കുമോനെ പോന്നെ മിക്കുമോനെ നമ്മൾ എന്നെ ഉണ്ടാക്കാൻ പോന്നെ പറഞ്ഞ എന്നെ ഉണ്ടാക്കാൻ പോന്നെ നമ്മള് ചിക്കൻ കറിയില്ല ഉണ്ടാക്കാൻ പോന്നെ മിക്കുമോനെ ഇഷ്ടമാണോ ചിക്കൻ കറി ചിക്കൻ കറിയില്ല ഉണ്ടാക്കാൻ പോന്നെ മിക്കുമോനെ നമ്മള് നല്ല ചിക്കൻ കറി പറഞ്ഞേ എല്ലാരോടും പറഞ്ഞേ നല്ല സൂപ്പർ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് പറഞ്ഞേ മിക്കുമോൻ മിക്കുമോനെ നല്ല ചിക്കൻ കറിയാണ് പൊറാട്ടയുടെ കൂടെയും ചോറിന്റെ കൂടെയും ഇടിയപ്പത്തിന്റെ കൂടെയും ഒക്കെ തിന്നാൻ പറ്റുന്ന നല്ല സൂപ്പർ ചിക്കൻ കറി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞേ മിക്കുമോനെ 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 പറഞ്ഞേ പറഞ്ഞേ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ മിക്കുമോനുണ്ട് ഇവിടെ. മിക്കുമോൻ എല്ലാവരും ഒരു സബ്സ്ക്രൈബ് കൊടുക്കണം കേട്ടോ. മിക്കു 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 ഉമ്മ കൊടുത്തേ, എല്ലാവർക്കും ഉമ്മ കൊടുത്തേ, ഉമ്മ കൊടുത്തേ, ഉമ്മ എല്ലാവർക്കും ഉമ്മ കൊടുത്തേ, ഉമ്മ കൊടുത്തേ, ഉമ്മ 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 എന്ന് പറ. ഉമ്മ കൊടുക്ക. അപ്പൊ മിക്കുമോനെ നമുക്ക് എങ്ങനെയാ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോയാലോ? ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാ. മിക്കുമോൻ എന്താ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോയാലോ? നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇതൊരു 2.25 കിലോ ചിക്കൻ ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ വിനാഗിരിക്കകത്തൊക്കെ കഴുകി നല്ല വൃത്തിയായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനാണ്. അപ്പോൾ ഇത്രയും ചിക്കനാണ് നമുക്ക് ആവശ്യം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് സവോളയാണ്. അപ്പോൾ ഈ സവോള ഞാൻ സ്ലൈസ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊരു 15 സവോള ഉണ്ട് കേട്ടോ. അതായത് കുഞ്ഞു സവോള, ഉള്ളിയെക്കാട്ടും കുറച്ചും കൂടെ വലിപ്പമുള്ളൊരു സവോളയാണിത്. അതുകൊണ്ട് ഞാൻ 15 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ സവോള ഇതിനകത്ത് കുറച്ച് അധികം വേണം. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. ഈ ചെറിയുള്ളി ഞാൻ ഒരു 10-20 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയുള്ളി നമ്മുടെ ഈ കറിക്ക് ടേസ്റ്റ് കൊടുക്കുന്ന ഒരു പ്രധാന സാധനമാണ്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒരു 3 പൂണ്ട് വെളുത്തുള്ളി, 3 ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് വേണ്ടത് ഒരു 5 പച്ചമുളക്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. 5 പച്ചമുളക്. അതുപോലെ തന്നെ ഇഞ്ചി ഒരു 3 ഇഞ്ചി, ഇതുപോലെ 3 ഇഞ്ചി കഷ്ണം. ഇനി നമുക്ക് ഈ സാധനം എല്ലാം ഒന്ന് ചതച്ചെടുക്കാം. അതിന് നമുക്ക് വെളുത്തുള്ളി ചതച്ചെടുക്കാം. ഒത്തിരി ചതയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. അല്ല ഒരുപാട് പേസ്റ്റ് രൂപത്തിൽ ചതയ്ക്കണ്ട. വെളുത്തുള്ളി ചതച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പാത്രത്തിലോട്ട് വെളുത്തുള്ളി മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചി ചതച്ചെടുക്കാം. നമ്മുടെ ഇഞ്ചിയെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇഞ്ചി ഇതുപോലെ നല്ലപോലെ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇതുപോലെ ഒന്ന് ചതച്ചാൽ മാത്രം മതി. അപ്പം നമ്മൾ പച്ചമുളക് ചതച്ച് വെച്ചു. ഇനി നമുക്ക് ചതയ്ക്കാനുള്ള ഉള്ളിയാണ്. ഉള്ളി ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പം നമ്മൾ നമ്മുടെ ഉള്ളി ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം നമ്മൾ ചതച്ചെടുത്തു. പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് അതിൻ്റെ അളവ് ഞാൻ അന്നേരം പറയാം. അപ്പം നമുക്കിനി നമ്മുടെ ആ ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? 2 തക്കാളിക്ക് സ്ലൈസ് ചെയ്ത് അരിഞ്ഞത് വേണം. അപ്പം ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ.
അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 5-6 ഏലക്കായും ഒരു 10-12 ഗ്രാമ്പൂവും അതുപോലെ തന്നെ ഒരു 4-5 ചെറിയ കഷ്ണം പട്ടയുമാണ് ഇടുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടാവട്ടെ. അപ്പം നമ്മുടെ ഈ സാധനം സ്പൈസസ് എല്ലാം കിടന്ന് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ സവോള ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഈ സവോള ഒന്ന് പെട്ടെന്ന് വഴലാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവോള നന്നായിട്ട് വഴറ്റിയെടുക്കാം. നല്ല ഒരു ബ്രൗൺ ഷെയ്ഡിന് മുമ്പുള്ള ഒരു കളറാവണം കേട്ടോ സവോള. എന്നാൽ മാത്രമേ നമുക്ക് ആ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ സവോള ഒന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച ഉള്ളി ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പം നമ്മൾ സവോളയും ചെറിയുള്ളി എല്ലാം കിടന്ന് വഴണ്ടെന്ന് ചെറുതായിട്ടൊന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ആദ്യം നല്ല കുറച്ച് കൂടുതലുണ്ടായിരുന്നല്ലോ, ഇപ്പം നന്നായിട്ടൊന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ഐറ്റംസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, പച്ചമുളക് ഇട്ടു. എന്നിട്ട് ഇത് നന്നായിട്ട് ഇനി ഇതൊന്ന് കിടന്ന് നല്ലൊരു ബ്രൗൺ ഷെയ്ഡിന് മുമ്പുള്ള ഒരു കളറായിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. അതും വരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ തീ കൂട്ടി വെച്ചിട്ട് ഒരിക്കലും ഇത് ഫ്രൈ ആക്കി എടുക്കരുത്. ഈ സവോള നന്നായിട്ട് ഇതുപോലെ പതുക്കെ പതുക്കെ മീഡിയം തീയിൽ കിടന്നിട്ട് മാത്രമേ ഈ സവോളയൊന്ന് മുരിച്ചെടുക്കാവുള്ളൂ. അല്ലാതെ നമ്മൾ തീ കൂട്ടി വെച്ചിട്ട് ഒരിക്കലും മുരിച്ചെടുക്കരുത്. അതിന് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനൊരു 3-4 സൈസിൽ ചിക്കൻ കറി വെക്കും. അതിലൊന്നാണിത് കേട്ടോ. അപ്പം നമ്മുടെ സവോള എല്ലാം ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെക്കാം. തക്കാളി ഒന്ന് വാടിയാൽ പോരാ കേട്ടോ. നല്ലതായിട്ട് വെന്തുടഞ്ഞിട്ട് നമ്മുടെ ഈ സവോളയുടെ കൂട്ടിനകത്ത് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് ചേരണം കേട്ടോ. എന്നാലേ ആ ഒരു ടേസ്റ്റ് നമുക്ക് കറിക്ക് കിട്ടത്തുള്ളൂ. ഇത് നമുക്ക് തട്ടിപ്പൊത്തി ഒന്ന് നമ്മുടെ തക്കാളി എല്ലാം ഒന്ന് നന്നായിട്ട് ഉടഞ്ഞ് വരുന്നിടം വരെ നമുക്കിതൊന്ന് മൂടി വെക്കാം. അപ്പം നമുക്ക് തുറന്നു നോക്കാം തക്കാളി എല്ലാം നല്ലതായിട്ട് വെന്തോന്ന്. ഇതിനിടയ്ക്ക് ഞാൻ 2-3 തവണ ഒന്ന് ഇളക്കി കൊടുത്താന്ന് കേട്ടോ. അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. മൂടി വെച്ചിട്ട് അങ്ങ് പോയി കളയരുത്. ഇത് തക്കാളിയൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് എല്ലാവരും ചേർന്നിട്ടുണ്ട്. ഈ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത്. എന്നാലേ നമ്മുടെ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനെ നന്നായിട്ട് ഇപ്പോൾ ഒന്നുകൂടെ ഒന്ന് നമുക്ക് തവി കൊണ്ട് നുടച്ചു കൊടുക്കാം. ഇനിയുമാണ് നമ്മളിതിലേക്ക് പൊടികളെല്ലാം ചേർക്കാൻ പോകുന്നത്. അപ്പം ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. 1, 2, 3, 3.5 ഒരു 3.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. ഇനി നമുക്ക് ഈ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. കാരണം മല്ലിപ്പൊടി ആദ്യം ഒന്ന് മൊരിയണം. കാരണം മുളക് പൊടി പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും. ഒരു 1 മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കിടന്ന് വഴണ്ടിട്ട് 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുളക് പൊടി ചേർക്കാം. നമ്മളെ പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് നമ്മൾ ചേർത്തേക്കുന്നത്. ഈ കാശ്മീരി മുളക് പൊടി ചേർക്കാം. 1, 2, 3, 4, 5, 6 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനി അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറ്റിയെടുക്കാം. അത് എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ട് കണ്ടോ, എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുളക് പൊടി ഇത്രയും മതി, ഇത്രയും മൊരിഞ്ഞാൽ മതി. ഇനി ഞാൻ ചിക്കൻ മസാല ചേർത്തിട്ട് വന്നാൽ ഒരു വലിയ ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുവാണേ. അപ്പോൾ ഇനി നമുക്ക് ഈ ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. കാരണം നമ്മൾ മുളക് പൊടി ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ചിക്കൻ മസാല ഇടുന്നതിൻ്റെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് ആ ഒരു ഫ്ലേവർ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണേ. അല്ലെങ്കിൽ എല്ലാം ഒന്നിച്ചങ്ങ്
മുരിഞ്ഞു പോകും. ചിക്കൻ മസാലയ്ക്കൊന്നും ഒത്തിരി ഒന്നും വഴണ്ട, ചെറുതായിട്ടൊന്ന് വഴണ്ടാൽ മതി. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ചിക്കൻ മസാല ഇട്ടത് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ ഹെർബൽ സാൾട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതിനൊരു കളറെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ചാര കളറാണ് ഇതിനെ. അപ്പം ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പം ഇനി നമുക്ക് ഇച്ചിരി തീ കൂട്ടി വെക്കാവേ. അപ്പം ഞാനിവിടെ പെരിഞ്ജീരകം പൊടിച്ചു വെച്ചിട്ടുണ്ട്. പെരിഞ്ജീരകമാണ്, നല്ല ജീരകമല്ല, പെരിഞ്ജീരകം. അതൊരു 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകമാണ്. അത് ഇതിനകത്ത് ഇട്ട് കൊടുക്കുവാണ്. നമ്മൾ ഓൾറെഡി സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ആദ്യമേ. എന്നാലും ഒരു ചെറിയ ടീസ്പൂൺ ഗരം മസാല പൊടിയുടെ ചേർക്കുവാണ്. നന്നായിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് ഈ മസാല എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഇറച്ചിയിലോട്ടൊന്ന് പിടിക്കത്തക്ക വിധം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഈ സമയത്ത് നമുക്ക് ഗ്രേവിക്ക് ഉപ്പുണ്ടോ നോക്കാവേ. ശകലം കൂടെ ഉപ്പിടണം. ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുവാണേ. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. നമ്മൾ ഈ ഇളക്കുന്നില്ലേ, ആ ഒരു ഇതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടുന്ന ഒരു പ്രധാന സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് വെള്ളം ഒന്നും ചേർക്കത്തില്ല കേട്ടോ. ഇതിനകത്തുനിന്ന് തന്നെ ചിക്കനകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങുക. നമ്മൾ ഒട്ടും വെള്ളം ചേർക്കരുത്. ചിക്കനകത്ത് തന്നെയുള്ള വെള്ളം ഇറങ്ങി വന്നിട്ട് ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ടൊന്ന് തിളച്ച് വരണം. അതും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കിത് മൂടി വെക്കാം. അപ്പം നമ്മുടെ ചിക്കൻ കറി എല്ലാം തിളച്ച് വന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഉണ്ടോ, ഒരു തുള്ളി വെള്ളം നമ്മൾ ഒഴിച്ചിട്ടില്ല, പക്ഷെ നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. ഇളക്കി കൊടുക്കുക. ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ തിളച്ച് വരണം നമ്മുടെ ഗ്രേവി എല്ലാം. ഞങ്ങൾക്ക് കുറച്ച് എന്താ ചാറ് വേണം, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചേ. ഒരു തീ കൂട്ടിയിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും ചാറ് നിർബന്ധമാണ്. അതുകൊണ്ട് എനിക്ക് പക്ഷേ ഇങ്ങനെ പെരണ്ടിരിക്കുന്ന ഇഷ്ടം. പക്ഷെ ഇവിടെ എല്ലാവരും ഒന്ന് എത്തിച്ചെടുക്കണ്ടേ, അതുകൊണ്ട് കുറച്ച് ചാറ് വേണം. അപ്പം നമ്മൾ ഇതുവരെ ഒരു സാധനം ഇട്ടിട്ടില്ല. എന്താണെന്നറിയാവോ? എന്താണ്? കറിവേപ്പില. ഇനിയാണ് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ കറിവേപ്പിലയുടെ ഫ്ലേവർ എല്ലാം നമുക്കിപ്പോൾ കിട്ടും. അതുകൊണ്ടാണ് ലാസ്റ്റ് ഞാൻ ഈ ചിക്കൻ കറിക്ക് കറിവേപ്പിലയും കുരുമുളക് പൊടി ഇടുന്നത്. അപ്പം ഞാൻ ഇതുപോലെ 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുവാണേ. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള, ഞാൻ കറിവേപ്പില നന്നായിട്ട് ചേർക്കുന്ന ഒരാളാണ് കേട്ടോ. എനിക്ക് കറിവേപ്പില ഒത്തിരി ചേർക്കുന്ന ഇഷ്ടം. കാരണം നമ്മുടെ ഏത് കറിക്കാണെങ്കിലും കറിവേപ്പില ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു പ്രത്യേക ഫ്ലേവറാണ്. ഇപ്പോൾ ഒരു 3 തണ്ട് കറിവേപ്പില ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോഴേ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി ഇതിന് നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പൊക്കെ ഉണ്ട്. ഇത്രയും പഞ്ചസാര, ശക്കലം, ഒരു പിഞ്ച് ഒരു 1/4 ടീസ്പൂൺ ഷുഗർ ചേർത്ത് ഞാൻ. ഷുഗർ ചേർക്കുന്നതെന്ന് വെച്ചാൽ ആ കറിക്കൊരു ടേസ്റ്റ് കൂടും. അതുകൊണ്ടാണ് ഇത്തിരി ഷുഗർ ചേർത്തത്. അപ്പം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ടൊന്ന് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അന്നേരം നമ്മുടെ ചിക്കൻ കറി കറക്റ്റായിട്ട് വെന്തിരിക്കും. അപ്പം നമ്മുടെ ചിക്കൻ കറി എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. എൻ്റെ എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി അവസാനം ഒരു പൊടിക്കൈ ചേർക്കുകയാണ്. 2 ഏലക്ക ഇതുപോലെ ചതച്ചത് ചേർത്തു. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് പെരിഞ്ജീരകം പൊടിച്ച ഒരു ടീസ്പൂൺ പെരിഞ്ജീരക പൊടിയും കൂടെ ചേർത്തു. പിന്നീട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്തു. പിന്നെ നമ്മുടെ കറിവേപ്പില ഇങ്ങനെ ഇട്ട് കൊടുത്തു. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 20 മിനിറ്റെങ്കിലും ഈ കറി നമുക്ക് അടച്ചു വെക്കണം. അടച്ചു വെച്ചതിന് ശേഷം മാത്രമേ ഇത് നമ്മൾ സെർവ് ചെയ്യാവുള്ളൂ. അന്നേരം ആ ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ കറിവേപ്പില എല്ലാം ആയിട്ട് നല്ല റെഡി മണിയായിട്ട് നമ്മുടെ ചിക്കൻ കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എൻ്റെ ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടമായോ? ഞാൻ പറഞ്ഞ് മാത്രം പോരാ, അടിപൊളി ചിക്കൻ കറിയാണ്. എന്തിൻ്റെ കൂടെയും ഈ ചിക്കൻ കറി നമുക്ക് കൂട്ടി കഴിക്കാം. ചോറോ ചപ്പാത്തിയോ അതുപോലെ തന്നെ പൊറോട്ടയോ ഇടിയപ്പമോ എന്താണെന്നുണ്ടെങ്കിലും എന്തിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാവുന്ന ഒരു നാടൻ ചിക്കൻ കറിയാണ് ഞാൻ ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള. ഞാൻ ടേസ്റ്റാണെന്ന് മാത്രം പറഞ്ഞാൽ പോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് തന്നെ അറിയിക്കണം. അപ്പോൾ എൻ്റെ ഇന്നത്തെ ചിക്കൻ കറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും
ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ എല്ലാവർക്കും താങ്ക് യു.